ഹായ്, വെൽക്കം അഗെയിൻ. നമ്മുടെ മാനിപ്പുലേഷൻ രാജകുമാരികൾ ഇന്നൊരു കഥ മെനഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാദ്യമൊന്നുമല്ല, ഇതിനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ഉടനടി എടുത്തു വെച്ചടിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ആൻഡ് ഐ താങ്ക് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ഫോർ ദാറ്റ്. ഇന്നലെ വന്ന ലൈവിന് ചില്ലറ സപ്പോർട്ടൊന്നുമല്ല കേട്ടോ കിട്ടിയത്. 50+ സബ്സ്ക്രൈബേഴ്സും ഇന്നലെ കയറിയിട്ടുണ്ട്. ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയ വലിയ സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അഖില സോറി, ഇന്നലെ ലൈവിൻ്റെ ഇടയ്ക്ക് അഖിലയുടെ കമൻറ്റ് കാണാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ കാര്യത്തിലോട്ട് വരാം അല്ലേ. ഇതിൻ്റെ കൂടെ ഒരു വോയിസ് നോട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ കേൾക്കണില്ല കേട്ടോ. സനുവിൻ്റെ ലൈവിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഐമർ വീട്ടിലോട്ട് അന്വേഷിച്ച് പോകാൻ 5 വ്യക്തികൾ മാത്രമാണ് കാരണം. ആ 5 വ്യക്തികളുടെ പേരും അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ കാരണമെന്ന് വ്യക്തമായിട്ട് അറിയാമല്ലോ. പിന്നെ പറയുന്നത് ഡോക്ടർ ലൈവിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഐമർ പോയതിൻ്റെ പിന്നിൽ സനുവിൻ്റെ കൂട്ടുകാരിൽ തന്നെയാണെന്ന് ഡോക്ടർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുത്തിത്തെരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് പിന്നെ പൂരത്തെറിയാണ്. അപ്പോൾ സനുവേ, 23 നവംബറിനല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്നത്തെ ദിവസത്തെ കൂട്ടുകാരുടെ ലൈവ് ഒന്നെടുത്ത് കേൾക്കുക. ടൈമിംഗ് 20:4 to 20:19. അതിൽ കൂട്ടുകാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് നടന്ന സംഭവത്തിൻ്റെ പിറകിൽ ഡോക്ടർ റോസിയാണ് കാരണമെന്ന്. അതിനുള്ള മറുപടിയായിരുന്നു ഡോക്ടർ ലൈവിലൊന്ന് പറഞ്ഞത്. ഐമർ വീട്ടിലേക്ക് തിരക്കി വരാൻ ഡോക്ടറല്ല കാരണമെന്ന് സനുവിന് നല്ല വ്യക്തമായിട്ടറിയാം. സനു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏത് 5 വ്യക്തികളാണ് എൻ്റെ ബാക്കിൽ കാരണമെന്ന്. അതിൽ ഡോക്ടറിൻ്റെ പേര് വരുന്നില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ പേര് ഇതിനുള്ളിൽ കുത്തിത്തിരിക്കാൻ ശ്രമിച്ചവർക്ക് എന്താണ് മറുപടി? ഡോക്ടറിന് കൊടുത്ത അതേ മറുപടിയല്ലേ? ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഓരോ കഥകളും ഉണ്ടാക്കുന്നത് അല്ലേ? വോയിസ് ആഡ് ചെയ്യുവാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ എന്താ പറഞ്ഞത്? ഒരു വാക്കിനും കൂടി മറുപടി പറയണം. എന്താണ് നമ്മുടെ മറ്റേ പടക്കം, പൂസിപ്പടക്കം ലൈവിൽ എന്ന് പറയുന്ന കേട്ടു. എടി, എനിക്ക് സമീറ ശത്രു തന്നെയാണ്, എനിക്ക് മുംതാസിനോട് ദേഷ്യമുണ്ട്. പക്ഷേ നിന്റെ കുത്തിത്തിരിപ്പ് നീ എന്റെ മറ്റതിലോട്ട് കേട്ടാന്ന് നീ വിചാരിക്കേണ്ട. അത് നിന്റെ അമ്മയുടെ മറ്റതിലോട്ട് അടിച്ചു കയറ്റിക്കോട്. എന്താണെന്നറിയോ നീ ലൈവിൽ എന്താ പറഞ്ഞത്? സമീറയാണ് ഇവളെ ധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടതെന്നോ? സമീറയ്ക്ക് തലയ്ക്ക് വെളിവുണ്ടടി, ഇവളെക്കാളും വെളിവ് അവക്കുണ്ട്. മനസ്സിലായ? നിന്റെ നാടകം നീ എൻ്റെ അടുത്ത് എടുക്കണ്ട. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ പറയുന്ന സാധനം വന്നതിന് പിന്നിൽ സമീറയോ മുന്താസോ അല്ല. ഈ പറയുന്ന സാധനം വന്നതിന് പിന്നിൽ 4-5 പേരേ ഉള്ളൂ. ഒന്ന് പിങ്കിത്തള്ള, ഒന്ന് ജോൺസ്, ഒന്ന് കുരുമോൻ, ഒന്ന് ശ്രീ ഫാമിലി വൈബ്സ്, ഒന്ന് അലിക്കാക്ക. നിങ്ങൾ 5 പേരേ ഉള്ളൂ. വേറെ ഒരു ചെറ്റകളുമില്ല ഈ പോരട്ട പിടി എന്റെ വീട്ടിൽ വന്നതിന് പിന്നെ. മനസ്സിലാവുണ്ടോടി? നീ അതിൻ്റെ ഇടയിൽ മുന്താസിനെയും സമീറേനെയും പിടിച്ച് ഇടാൻ വിചാരിക്കേണ്ട. മനസ്സിലായ?